നമസ്കാരം ഫവാസ്. നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ അടിയോടിയടി എന്ന് പറഞ്ഞൊക്കെ പോലെ തന്നെയായി. ഇപ്പോൾ ഇന്നലെ തത്സമയം നമ്മൾ മാധ്യമങ്ങളെല്ലാം ലോകത്തെ അത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ സഭയിൽ കയ്യാങ്കളി എന്ന് പറയുമ്പോൾ എനിക്ക് മുൻപ് കെ എം മാണിയുടെ പ്രശ്നത്തിൽ ശിവൻകുട്ടി സഭയിൽ നടത്തിയ താണ്ഡവമൊക്കെയാണ് ഓർമ്മ വന്നത്. ഇന്നത്തെ കഴിഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സഭയിൽ നടത്തിയ താണ്ഡവം അന്ന് നമ്മൾ ലൈവായി കണ്ട് സ്തബ്ധരായി നിന്ന സന്ദർഭമൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് കമ്പ്യൂട്ടറുകൾ വലിച്ചു പൊട്ടിക്കുന്നു, അതുപോലെ സ്പീക്കറുടെ ചേംബറിലായിരുന്ന ഫോൺ വലിച്ച് താഴെ അടിക്കുന്നു, അതുപോലെ സ്പീക്കർ ഇരുന്ന കസേര ഇ.പി. ജയരാജനും ശിവൻകുട്ടിയും കൂടി തള്ളി താഴെ ഇടുന്നു. ശിവൻകുട്ടി പിന്നെ മേശപ്പുറത്ത് കയറി നിൽക്കുന്നു, മടക്കി കുത്തി മാർക്കറ്റിൽ മത്സ്യക്കച്ചവടത്തിന് നിൽക്കുന്നത് പോലെ. അതായത് ശിവൻകുട്ടിയുടെ അണ്ടർവെയർ വരെ പുറത്ത് കാണത്തക്ക രീതിയിലുള്ള ഒരു എന്താ പറയുക, നമ്മൾ നാടൻ തല്ല് നടക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും ആളുകൾ, അതുപോലത്തുള്ള ചേഷ്ടകളായിരുന്നു. ഇതിൻ്റെ ഒരു പുനരാവർത്തനമാണ് ഇന്നലെ കോർപ്പറേഷനിൽ കണ്ടത്. ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസും ഒക്കെ ചേർന്ന് അവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്ക് നടക്കുന്നു. BJPയുടെ ഒരു കൗൺസിലറിനെ കാപ്പ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഇത്തരം നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നത്. 50 പേരാണ് BJPക്ക് ഉള്ള കൗൺസിലേഴ്സ് അംഗബലം. ബാക്കി കോൺഗ്രസ്സിന് 20, അതുപോലെ CPM 23, CPIക്ക് 6, 2 സ്വതന്ത്രന്മാർ. ഇങ്ങനെ ഉള്ള കക്ഷിനില നിൽക്കുമ്പോൾ ഈ കാപ്പ കേസിൽ അകത്തു പോയിരിക്കുന്ന സുഗതൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ഒരു അവിശ്വാസ പ്രമേയത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെ CPM പിന്തുണയ്ക്കില്ല എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അവിശ്വാസ പ്രമേയത്തിന് വീണ്ടും ഒരു അച്ചുതണ്ട് രൂപം കൊള്ളുന്നു. അങ്ങനെയെങ്കിൽ ഭരണപക്ഷത്തിന് വിരുദ്ധരായി നിൽക്കുന്ന ഈ കക്ഷികളുടെ ഇപ്പോഴത്തെ കക്ഷിനില പരിശോധിക്കുമ്പോൾ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും കോൺഗ്രസ് അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, 2 സ്വതന്ത്രന്മാരുടെ കൂടി പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ MP രാജേഷ് നേതൃത്വം നൽകുന്ന BJPയുടെ കൗൺസിൽ താഴെ വീഴുകയും മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥ കൂടി വന്നു ചേരും. ഫലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു തൂക്ക് ഭരണസമിതി വരാനും സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഒരു എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന രീതിയിൽ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിലൊക്കെ ഫവാസ് ഇതിനെ വിലയിരുത്തുന്നത്? ഒന്ന് ഈ പറഞ്ഞ പോലെ കേവല ഭൂരിപക്ഷങ്ങളും തൊട്ടരികെയാണ് BJP എത്തിയിട്ടുള്ളത്. 50 സീറ്റ്, അതായത് മൊത്തം 100 സീറ്റാണെന്നുണ്ടെങ്കിൽ 50 സീറ്റ് ജനഹിതം നോക്കിക്കഴിഞ്ഞാൽ അത് സപ്പോർട്ട് BJPക്ക് തന്നെയാണ്. പിന്നുള്ളത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്, പ്രധാനപ്പെട്ട മറ്റൊരു പാർട്ടി ഇടതുപക്ഷത്തിൻ്റെ LDF, അതായത് UDFിൻ്റെ മൊത്തം സീറ്റ് എന്ന് പറഞ്ഞാൽ 20ഉം CPMൻ്റെ, അതായത് LDFിൻ്റെ 29ഉമാണ്. അപ്പോൾ അതിൽ 6ഓളം സീറ്റുകൾ CPIക്ക് ഉണ്ട് തോന്നുന്നു. അപ്പം ഇങ്ങനെയാണ് അവിടുത്തെ ഭൂരിപക്ഷം. പിന്നെ 2 സ്വതന്ത്രന്മാരും ഉള്ളത്. അതിൽ സുഗതൻ എന്ന് പറയുന്ന ഒരു കൗൺസിലറാണ് നിലവിൽ കാപ്പ കേസ് പ്രതിയായി ജയിലിലാക്കപ്പെട്ടത്. അദ്ദേഹം തുടർച്ചയായി 3 വട്ടം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളത്, കൗൺസിലർ എന്നുള്ള പദവി നഷ്ടപ്പെടും. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന, അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, പിന്നെ ഈ പറഞ്ഞ പോലെ 2 സ്വതന്ത്രന്മാർ അവർ എങ്ങോട്ട് ചാടും എന്നുള്ള കാര്യമാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുഗതം പോയതോടുകൂടി പാർട്ടിക്കുള്ള കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ്. ഇപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ പാർട്ടി പെടും. പിന്നെ ഈ സ്വതന്ത്രന്മാരെ എന്ത് ചെയ്യും എന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. CPMഉം അതേപോലെ തന്നെ ഇടതുപക്ഷം LDF UDF ഒരുമിച്ച് കൈകോർത്ത് തന്നെ ആരായിരിക്കും അവർ മേയർ എന്നുള്ള വലിയ ചോദ്യം വരുന്നത്. ഏറ്റവും വലിയ മുന്നണി എന്നുള്ള നിലക്ക്, കാരണം 29 സീറ്റുള്ളത് LDFനാണ്. അപ്പോൾ മേയർ സ്ഥാനം അവർക്ക് കൊടുക്കേണ്ടി വരും. ഡെപ്യൂട്ടി മേയർ മാത്രമേ UDFന് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ UDF തൃപ്തിപ്പെടുമോ എന്നുള്ള വലിയ ചോദ്യത്തിനോട് കിടക്കുന്നുണ്ട്. UDF എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ചോദ്യം കിടക്കുന്നുണ്ട്. ഈ സാധനം ആദ്യം ബന്ധപ്പെട്ട് മുമ്പോട്ട് വന്നത് ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തിന് ഈ ശബരിനാഥനായിരുന്നു. ഈ തിരുവനന്തപുരത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വരുന്ന അവിടെ അവിശ്വാസ പ്രമേയം പാസ്സാക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് CPM, CPI അടക്കമുള്ള പാർട്ടികൾ പറഞ്ഞത് തങ്ങളോട് ചോദിച്ചിട്ടല്ല ഈ സാധനം പറഞ്ഞത് എന്നുള്ളതും, തങ്ങൾ അതുകൊണ്ട് തന്നെ ഈ സാധനത്തോട് യോജിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. 2 ദിവസം അത് കഴിഞ്ഞ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, തിരുവനന്തപുരത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ഈ സാധനം പറഞ്ഞതും. 3ാമത്തെ ദിവസം പിന്നീട് പറഞ്ഞത് അവർ തന്നെ ഈ സാധനം മാറ്റി പറയുന്നു. CPM നേതൃത്വം അല്ലെങ്കിൽ CPM നേരിട്ട് കൊണ്ട് അവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു എന്നുള്ള വാർത്തയാണ് പിന്നീട് നമ്മൾ കേൾക്കാൻ പറ്റിയത്.
അപ്പം ആര് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇവിടുത്തെ പ്രശ്നം വന്നത് ശബരിനാഥിന്റെ പ്രശ്നം വന്നത് ശബരിനാഥൻ LDFിനോട് ചോദിക്കാണ്ടാണ് സാധനം കൊണ്ടുവന്നത് എന്നുള്ളതും അതുകൊണ്ട് തങ്ങൾ ഈ സാധനം സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതും അതുകൊണ്ട് ചർച്ചയ്ക്ക് പോലും വരാണ്ട് ശബരിനാഥൻ സാധനം കൊണ്ടുവന്നാൽ അത് തട്ടിപ്പോകുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അവിടെ CPM കൂടി യോജിച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ CPI എടുത്ത നിലപാടിൽ CPM എടുത്ത നിലപാടിൽ ശബരിനാഥൻ സപ്പോർട്ടായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആര് കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിന് സപ്പോർട്ടാവും എന്നുള്ള രീതിയിലാണ് ശബരിനാഥൻ പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിലവിൽ ഒരാൾ അകത്താണ്, പിന്നെയുള്ള സ്വതന്ത്രമായി നോക്കി സഭ മന്ത്രിസഭ എന്നുള്ളതല്ല, തൂക്ക് കൗൺസിലർ എന്നുള്ള രീതിയിൽ ഭരണസമിതി, അതെ തൂക്ക് ഭരണസമിതി എന്നുള്ള രീതിയിലോട്ട് ഈ സാധനം പോകും. അപ്പോൾ പിന്നെ അവരെ മുമ്പിലുള്ളത് ടോസ് ഇടുക എന്നുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ആര് ഭരിക്കും എന്നുള്ള സാധനം ടോസ് ഇട്ട് കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ ഈ സ്വതന്ത്രന്മാരുടെ നിലപാട് നിർണായകം തന്നെയാണ്. 2 സ്വതന്ത്രന്മാരുണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ BJP സംബന്ധിച്ചിടത്തോളം ഒരാളകത്ത് പോയിട്ടുണ്ട്, ബാക്കി 49 പേരവിടെ ഉണ്ട്. ഈ 2 സ്വതന്ത്രന്മാരെടുക്കുന്ന നിലപാടുകൾ അത് BJPക്കും അതുപോലെ മറ്റുള്ള കക്ഷികൾക്കും BJPക്ക് എതിർകക്ഷി ചേരിയിൽ നിൽക്കുന്ന കക്ഷികൾക്കും ഒരേപോലെ നിർണായകം തന്നെയാണ്. 2 സ്വതന്ത്രന്മാരിൽ ആരെങ്കിലും ഒരാൾ BJPക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ വീണ്ടും അവർക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് അവർക്ക് നീങ്ങാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നിലവിലെ സ്ഥിതി. അത് അവിടെ ഏറ്റവും കൂടുതൽ ഈ സ്വതന്ത്രന്മാരുടെ നിലപാടുകൾ തന്നെയാണ് നമ്മൾ ഈ കർണാടകയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ കണ്ടതുപോലെ ഈ സ്വതന്ത്രന്മാർക്ക് വേണ്ടിയുള്ള വിലപേശൽ ഇപ്പോൾ നടക്കും. അപ്പോൾ ഗോവയിലൊക്കെ നമ്മൾ കണ്ട പോലെ വലിയ വലിയ റിസോർട്ടിലേക്കൊക്കെ ഇവരെ മാറ്റി താമസിപ്പിച്ച് ഈ അവിശ്വാസ പ്രമേയം വരുന്നവരെ ഇവരെല്ലാവരും മാറ്റി താമസിപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാമോ? ഇതിലിപ്പം ഒരാളെ ശബരിനാഥൻ ഓൾറെഡി കോണ്ടാക്ട് ചെയ്തിരുന്നു. 2 സ്വതന്ത്രന്മാരിൽ ഒരാളുള്ളത് UDFിൻ്റെ കൂടെയും മറ്റൊരാളുള്ളത് BJPയുടെ കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ ശബരിനാഥൻ മറ്റാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി, എങ്ങനെയെങ്കിലും ഇതിലോട്ട് വരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇപ്പം വിഷയം ബന്ധപ്പെട്ട് ഞാൻ ചർച്ച ചെയ്യുന്നില്ല, ഇതിൽ സംതൃപ്തനാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. തുടർച്ചയായി പിന്നെ ശബരിനാഥൻ വിളിക്കാൻ നോക്കുമ്പോൾ അദ്ദേഹം ഫോണ് സ്വിച്ച് ഓഫ് ആക്കി എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നു. മാത്രമല്ല VV രാജേഷ് വിളിക്കുമ്പോൾ, നിലവിലെ മേയർ വിളിക്കുമ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുന്നുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ പറഞ്ഞ പോലെ BJPയുടെ കൂടെ നിൽക്കാനാണ് ഒരു മേയർ നിൽക്കാനുള്ള ചാൻസ്, ഒരു കൗൺസിലർ നിൽക്കാനുള്ള ചാൻസ്. അല്ല, തീർച്ചയായും നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. കാരണം ഇപ്പോൾ ഈ നിലവിലുള്ള ഭരണസമിതിയെ മറിച്ചിട്ട് ഒരു തൂക്ക് ഭരണസമിതി ആയിരിക്കും എന്തായാലും നിലവിൽ വരാൻ പോകുക. ആരും വന്നാലും തൂക്ക് ഭരണസമിതി ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50 പേരുടെ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കാൻ BJPക്ക് ഒരു പിന്തുണ കൊടുക്കാൻ സ്വതന്ത്രന്റെ ഒരു നിലപാട് വരികയാണെങ്കിൽ സ്വതന്ത്രനെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളൊരു നില എന്ന് എനിക്ക് തോന്നുന്നു. കാരണം BJPക്ക് 50 പേരുണ്ടല്ലോ, അവർക്ക് കൂട്ടായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ 23ഉം 20ഉം 6ഉം ഒക്കെ വരുമ്പോൾ തീർച്ചയായും ഭിന്നാഭിപ്രായങ്ങൾ രൂപപ്പെടാൻ എന്തായാലും സാധ്യതയുണ്ട്. ഒരിക്കലും ഈ അവിശ്വാസ പ്രമേയത്തിലല്ലാതെ കോൺഗ്രസും CPM ഒന്നും മുന്നോട്ടേക്കുള്ള ഒരു ഭരണഗതിയിൽ ഒരുമിച്ച് നിൽക്കാനുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഐക്യത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വതന്ത്രന്റെ നിലപാട് വളരെ നിർണായകം തന്നെയാണ്. അതെങ്ങനെയാവും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കില്ലേ ഇനി അവിശ്വാസ പ്രമേയം തള്ളാനോ അല്ലെങ്കിൽ കൊള്ളാനോ ഒക്കെയുള്ള സാധ്യത. തീർച്ചയായും. ഇത് മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നെഗോസിയേഷൻ നടക്കാനുള്ള ചാൻസും ഈ പറഞ്ഞ പോലെ സ്വതന്ത്രന്മാർക്കാണ്. കാരണം ബാക്കിയുള്ളവർ എന്തെങ്കിലും വിഷയത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കൂറുമാറ്റ നിരോധന നിയമമൊക്കെ വരും. അതെ. അപ്പോൾ ഇവർ ഈ സ്വതന്ത്രന്മാരുടെ കാര്യത്തോട് വരുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല. അപ്പോൾ അവർക്ക് വിലപേശാൻ പറ്റിയൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് BJP നമുക്ക് 100 കോടി കൊടുത്ത് MLA വാങ്ങിയതാണ്. ആ സ്ഥിതിക്ക് ഒരു 10 20 ലക്ഷം കൊടുത്ത് ഒരു കൗൺസിലറെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ BJPക്ക് യാതൊരുവിധ നഷ്ടക്കച്ചവടം ഉണ്ടാവില്ല എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല അത് BJPയുടെ അഭിമാന പ്രശ്നം കൂടിയാണല്ലോ. അപ്പോൾ കേരളത്തില് സെക്രട്ടേറിയറ്റിന് മൂക്കിന് താഴെ ഭരണം പിടിച്ചു, കോർപ്പറേഷൻ പിടിച്ചു. അത് എന്താണ് കുറച്ച് നാളുകൾക്കുള്ളിൽ തകർന്ന് താഴെ വീഴുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായ അവസ്ഥയാണ്. അപ്പോൾ ഫവാസ് പറഞ്ഞാൽ 20 ലക്ഷം എന്നല്ല, വേണമെന്നുണ്ടെങ്കിൽ കോടി രൂപകൾ വേണമെങ്കിൽ അതിന് മുടക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കുതിരക്കച്ചവടം നടക്കൂ എന്നുള്ളതല്ല പറയുന്നത്. വേണമെങ്കിൽ ഈ പല രാഷ്ട്രീയക്കാരുടെയും പാരമ്പര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് കേന്ദ്ര സർക്കാർ അടക്കം BJPയുടെ നിലവിലെ നരേന്ദ്രമോദി അടക്കം തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ട്വീറ്റ് വരെ ചെയ്തതാണ്. അപ്പം അവർ വരെ വലിയ ആകാംക്ഷയോടെ കണ്ട ഒരു വിജയമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ. നേരിട്ട് എത്തുക വരെ ചെയ്തല്ലോ. അതെ. അപ്പം മാത്രമല്ല ഇവിടുത്തെ ഓരോ കൗൺസിലർമാരും ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അവർ അങ്ങോട്ട് പോകുന്നത്, ആ ട്രെയിനിൽ പോകുന്ന എന്താ പറയുക ജപമാലയൊക്കെ ചെല്ലിങ്ങാണ്ട് പോകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ശ്രീലേഖ മാത്രമാണ് മാറിയുന്നത് എന്നുള്ളതാണ്. അപ്പം അവർ പോകുന്നത് നമ്മൾ കണ്ടപ്പോൾ BJPയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ള സംഭവം. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും മേയർ രാജേഷ് പറഞ്ഞത് ആവിധ കാര്യങ്ങൾ ഞങ്ങൾക്ക് ആലോചിച്ച് പേടില്ല, ഇരുകൈയും നീട്ടി ഞങ്ങൾ അവിശ്വാസ പ്രമേയത്തെ സ്വീകരിക്കുന്നു, അതിന് തൻ്റെ ഉള്ളവരുണ്ടെങ്കിൽ പാസ്സാക്കട്ടെ എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അത് പാസ്സാവുമോ ഇല്ലയോ എന്നുള്ള അറിയില്ല. അഥവാ ഇത് പാസ്സായാൽ തന്നെ
ഈ പറഞ്ഞ പോലെ ഇവർ വലിയ പ്രതിസന്ധിയിലോട്ട് പോകും. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ UDF ഏറ്റവും വലിയ എതിർപ്പ് അല്ലെങ്കിൽ എതിരാളി എന്ന് പറയുന്നത് LDF ആണ്. ഇവർ രണ്ടുപേരും കൂടെ യോജിച്ചെങ്ങാണ്ട് കോർപ്പറേഷൻ ഭരിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് നല്ലൊരു ശതമാനം CPM പിന്നീട് ഒരു പരിധി വരെ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിനാണ്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഈ പറഞ്ഞ പോലെ തൂക്ക് ഭരണസമിതി വരാനുള്ള സാധ്യത വളരെ ചുരുക്കം തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്വതന്ത്രരിൽ കണ്ണും നട്ടിലാണ് രണ്ടു കൂട്ടരും ഇരിക്കണമെങ്കിലും സ്വതന്ത്രൻ്റെ ഒരു നിലപാട് ഇവിടെ ഒരു സ്ഥിര ഭരണ സംവിധാനം വരണം, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോഡി അത് എൻ്റെ കാലാവധി തീരുന്നവരെ ഭരിക്കണം എന്നുള്ള തീരുമാനത്തിലൂടെ ഒരു തീരുമാനമെടുത്ത് സ്വതന്ത്രമായ നിലപാടിലൂടെ അത് നിലനിർത്തുകയാണെങ്കിൽ BJPക്ക് ഭരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊന്നായിരിക്കും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് ആസന്ന ഭാവിയിൽ ഉണ്ടാകും എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതുന്നതിൽ തെറ്റുണ്ടോ? ഇതിപ്പോൾ എങ്ങനെ അറിയാം, എനിക്ക് തോന്നി മറ്റൊരു കാര്യം, ഒരിക്കലും ഇവർ ഒരുമിച്ച് നിന്നാൽ തന്നെ ഇടതുപക്ഷം അത് പറയുക UDF ഒരുമിച്ച് നിന്നാൽ തന്നെ ഒരിക്കലും CPM ഒരാൾ മേയറായി വരുന്നത് കോൺഗ്രസ് അംഗീകരിക്കില്ല, കോൺഗ്രസിൻ്റെ ഒരാൾ മേയറായി വരുന്നത് CPM അംഗീകരിക്കില്ല. പിന്നെ അവിടെ ഒരു ചാൻസ് ഉള്ളത് ഈ പറഞ്ഞ പോലെ CPM വല്ലാത്ത ദേഷ്യം ഉണ്ടെങ്കിൽ അത്ര തന്നെ ദേഷ്യം ഇല്ലാത്തൊരു പാർട്ടിയാണ് CPI പലപ്പോഴും കോൺഗ്രസിനോട്. അതുകൊണ്ട് ഒരു പക്ഷേ മേയർ സ്ഥാനത്തോട്ടൊരു CPI കാൻഡിഡേറ്റിനെ ഉയർത്തി കാണിച്ചു കൊണ്ട് നിന്നാൽ ഒരുപക്ഷെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സാധാരണ പാസ്സാവാനും പിന്നീട് ഒരു തൂക്ക് സാധനം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ടോസ് മുഖാന്തരം കോൺഗ്രസിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് LDF UDF സഖ്യത്തിന് ചാൻസ് ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം നടക്കും എന്നുള്ള വലിയ ചോദ്യചിഹ്നമുണ്ട്. മാത്രമല്ല അതിൻ്റെ ഇടയിൽ സുഗതന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവിധ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അവർ ഹൈക്കോടതിയിൽ വരെ നോക്കുന്നുണ്ട്. ഇതിൻ്റെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ സുപ്രീം കോടതി വരെ പോകുന്നുള്ളത് വളരെ ഉറപ്പാണ്. അറ്റ്ലീസ്റ്റ് ആ കൗൺസിലർ യോഗത്തിലെങ്കിലും ഒരു വട്ടം പങ്കെടുക്കാനുള്ള സാധനങ്ങളും പിന്നെ നിലവിൽ കാപ്പ കമ്മിറ്റിയിൽ ഈ പറഞ്ഞ പോലെ മുമ്പുണ്ടായിരുന്ന അംഗങ്ങളായിരുന്നു, മാറിയിട്ടില്ല. അതുകൊണ്ട് അവരിലേക്ക് പലപ്പോഴും ഇവർ അറ്റാച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും കാപ്പയുടെ ആ ഒരു തീവ്രത കമ്മിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം ഒരു വശം നടക്കുന്നുണ്ട്. മറുവശത്ത് കോടതിയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന് പിറ്റേ വശത്ത് ഈ പറഞ്ഞ പോലെ തല്ലും പിടിയായിട്ട് നടക്കുന്നുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് വലിയ തരത്തിലുള്ള വിഷയത്തിലോട്ട് പോകും. കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ടിയിരിക്കും.